ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന അഥവാ യുനെസ്കോ, യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ രൂപീകൃതമായത് 1945 നവംബർ 16. 2015-16 ലോക പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിക്കാനുള്ള നിരക്ക് 10 രൂപയിൽ നിന്നും 30 രൂപയാക്കി ഉയർത്തി. മറ്റ് സംരക്ഷിത കേന്ദ്രങ്ങൾ 5 രൂപയിൽ നിന്നും 15 രൂപയാക്കി മാറ്റി. സാധാരണക്കാർക്കിടയിൽ ശാസ്ത്ര പ്രചരണം നടത്തുന്നതിന് അസാധാരണമായ സാമർഥ്യം പ്രകടിപ്പിക്കുന്നവർക്കായി യുനെസ്കോ നൽകുന്ന അവാർഡാണ് കലിംഗ പുരസ്കാരം. യുനെസ്കോയുടെ നിലവിലെ അംഗസംഖ്യ 194 അംഗങ്ങളും 12 അസോസിയേറ്റ് അംഗങ്ങളും. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. ലോക പൈതൃക പട്ടിക പുറത്തിറക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് യുനെസ്കോ. കലിംഗ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1952. കലിംഗ പുരസ്കാരത്തിന് ധനസഹായം നൽകുന്ന ഇന്ത്യയിലെ സ്ഥാപനമാണ് കലിംഗ ഫൗണ്ടേഷൻ ട്രസ്റ്റ്. കലിംഗ പുരസ്കാരത്തിന് മുൻകൈയെടുത്ത ഇന്ത്യയിലെ മുഖ്യമന്ത്രിയാണ് ബിജു പട്നായിക്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് ലൂയിസ് ഡി ബ്രോഗ്ലി, ഫ്രാൻസിലുള്ള വ്യക്തിയാണ്. കലിംഗ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് ജഗജിത് സിംഗ്. 1963 മ്യാൻമറിന്റെ ആദ്യ യുനെസ്കോ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഇൻലെ ലാക്ക്. ഇനി പുസ്തക തലസ്ഥാനങ്ങൾ എന്ന് വെച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ. ഡൽഹി ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് 2003. 2019 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുക്കപ്പെട്ടത് 2019 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഷാർജ. 2021 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ടിബിലിസി, ജോർജിയയിലെ ടിബിലിസി. 2022 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് ഗോഡലാജാര, മെക്സിക്കോ. 2023 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ആക്ര, ഹാനയിലെ ആക്ര എന്ന സ്ഥലം. 2024 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഫ്രാൻസിലെ സ്ട്രാസ്ബർഗ്. 2025 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റാബത്ത്, മൊറോക്കോയിലെ റാബത്ത്. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ 1000ാമത്തെ കേന്ദ്രമാണ് ഒഗവാംഗോ ഡെൽറ്റ, ബോട്സ്വാനയിലെ ഒരു ഡെൽറ്റയാണ്. മാൻ ആൻഡ് ദ ബയോസ്ഫിയർ പദ്ധതിക്ക് കീഴിൽ യുനെസ്കോ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ച മ്യാൻമറിലെ ആദ്യ പ്രദേശമാണ് ഇൻലെ ലേക്ക്. യുനെസ്കോ ഡയറക്ടർ ജനറലാണ് ഓഡ്രെ അസോളെ. അടുത്ത് ഇന്ത്യ യുനെസ്കോയിൽ 2021 ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിൽ ഇടം നേടിയത് കൊൽക്കത്തയിലെ ദുർഗാ പൂജയാണ്. കൾച്ചറൽ സൈറ്റുകൾ അടുത്തടുത്തായി ഇടം നേടിയ ഇന്ത്യൻ പ്രദേശങ്ങളാണ് ഗുജറാത്തിലെ ധോളാവീരയും കാകാതീയ രുദ്രേശ ക്ഷേത്രം തെലുങ്കാനയില്. 2007 യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്റർ സ്ഥാനം നേടിയ പ്രാചീന ഇന്ത്യൻ കൃതിയാണ് ഋഗ്വേദത്തിന്റെ ലിഖിത രൂപം. 2010-11 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം നേടിയ ഇന്ത്യൻ കലാരൂപങ്ങളാണ് മുടിയേറ്റ്, കേരളം; ചാവ്, കിഴക്കേ ഇന്ത്യ; കർബേലിയ, രാജസ്ഥാൻ. 2015 യുനെസ്കോയുടെ എക്സലൻസ് അവാർഡ് ലഭിച്ച കേരളത്തിലെ ക്ഷേത്രമാണ് വടക്കുംനാഥ ക്ഷേത്രം, അത് തൃശ്ശൂരിലാണ്. 2016 യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് യോഗയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിക്സഡ് സൈറ്റാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം.